എല്ലാവർക്കും നമസ്കാരം. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു വീട് പണി തുടങ്ങിയിരുന്നല്ലോ. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നത്. പൊൻകുന്നത്ത് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ അവർക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ 4 ലക്ഷം രൂപ, ആ 4 ലക്ഷം രൂപ എവിടെ എത്തില്ല എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയും അതിൽ പ്രകാരം ആ കണക്കും തരാമോ? $48,100 നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്ന് വന്നു. അതിൽ 4 ലോഡ് കല്ല് 6,000 വെച്ച് 24,000 രൂപ, പൂഴി 10,000, സിമൻറ്റ് 2,000, കൂലി ഏകദേശം 46,000. അതിൽ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന വീട് ഒരു മെയിൻ റോഡിൻ്റെ അടുത്താണ്. പക്ഷേ ആ മെയിൻ റോഡിലേക്ക് ഇവർക്ക് ആക്സസ് ഇല്ല. പകരം ആ മെയിൻ റോഡിൻ്റെ അടുത്ത ഒരു പ്ലോട്ട് കഴിഞ്ഞിട്ടാണ് ഇവരുടെ വീട് നിൽക്കുന്നത്. ഈ പ്ലോട്ട് ഒരു സംഘടനയുടെയാണ്. യഥാർത്ഥത്തിൽ ഇവർ ഉൾപ്പെടുന്ന സംഘടനയുടെ, ഞാൻ ആ സംഘടനയുടെ പേര് പറയുന്നില്ല, കാരണം സംഘടനയുടെ പേര് പറഞ്ഞാൽ അത് സങ്കടകരമാവും. ആ സംഘടനയുടെ പ്ലോട്ടാണ്. ആ പ്ലോട്ടിലൂടെ വരികയാണെങ്കിൽ ലോറി വരും, ഇവരുടെ വീടിൻ്റെ അതിരി വരെ വരും. ഒരു 10 മീറ്ററേ ഉള്ളൂ. അങ്ങനെ ഇവർ വീടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്ലോട്ടിലേക്ക് ഈ ലോറി കൊണ്ടുവരാനുള്ള സമ്മതപത്രം ഈ സംഘടനയുമായിട്ട് ചോദിച്ച് എഗ്രിമെൻ്റൊക്കെ ഒപ്പിട്ടിരുന്നതാണ്. അപ്പോൾ ഇവരുടെ വീടും ഇപ്പോൾ ഉണ്ടാക്കുന്ന നമ്മൾ സഹായം ചോദിക്കുന്ന വീടും അതിൻ്റെ തൊട്ടടുത്ത് അവരുടെ പെങ്ങളുടെ വീടും 2 വീടാണ് അവിടെ പണിയുന്നത്. അപ്പോൾ ഈ പെങ്ങളുടെ വീട്, ഈ 420 സ്ക്വയർ ഫീറ്റുള്ള വീട് ഒരു കോൺട്രാക്ടർ വന്ന് കോൺട്രാക്ട് എടുത്തു. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 7 ലക്ഷത്തിൻ്റെ മുകളിൽ 7.5 ലക്ഷം രൂപ പറഞ്ഞു. 420 സ്ക്വയർ ഫീറ്റ് ആകെ കിട്ടുന്ന 4 ലക്ഷം രൂപ, അത് വെച്ചിട്ട് 7 ലക്ഷം രൂപ കോൺട്രാക്റ്റ് കൊടുത്ത് വീട് നിർമ്മിക്കാൻ പറ്റുമോ? അപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നു, എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നു. അങ്ങനെ അപ്പോൾ റോഡിൻ്റെ അടുത്ത്, ഈ റോഡിൻ്റെ നിന്ന് അവിടെ കല്ലടിക്കാം എന്നുള്ള ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കോൺട്രാക്റ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ സംഘടനയിൽപ്പെട്ട 2 പേർ, ഈ കോൺട്രാക്റ്റുമായിട്ട് ബന്ധം എന്തുകൊണ്ടും തോന്നുന്നു, അവർ ഈ വഴി മുടക്കി. ഞാനത് കാണിച്ചു തരാം. വഴി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പുറകിൽ കാണുന്നതാണ് റോഡ്, ടാറിട്ട റോഡ്. അവിടുന്ന് ഈ ഇവരുടെ സിസ്റ്ററുടെ വീട്ടിലേക്ക് കല്ല് കൊണ്ടുവന്ന പാടാണ് ഈ കാണുന്നത്, ഈ റോഡ് കാണുന്നത്. ഇത്രയേ ദൂരമുള്ളൂ. നോക്കൂ, ഇവിടം വരെ ലോറി എത്തിക്കാൻ ഇവരുൾപ്പെടുന്ന സംഘടനയുടെ അത്രയും ദൂരത്ത് സഞ്ചരിക്കാൻ ആ സംഘടനയുടെ സാരഥികൾ 1-2 പേര് ഓടക്കിട്ടു. ഇതിൽ കൂടെ കല്ല് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മളൊന്നും ഇടപെടണില്ല. ആ സംഘടന ഉണ്ടാക്കി കൊടുക്കണം ഇവർക്കൊക്കെ വീട്. അവരുടെ നിന്ന് വരിസംഖ്യയൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കിയ ഭൂമിയാണ് ഈ കാണുന്നത്. ആ ഭൂമിയിലൂടെ ഒരു 10-15 മീറ്റർ ഒരു ലോറി അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചാൽ അവരുടെ വീട് എളുപ്പം പണി തരും. പകരം സംഭവിച്ചെന്താ, അവർ അനുവദിക്കാത്തതിൻ്റെ പേരിൽ എത്ര ദൂരമാണ് കല്ല് കൊണ്ടുവന്നതെന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ കല്ല് വീതം പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. എത്ര ദൂരമുണ്ട് ആ വീട്ടിലോട്ട് കല്ല് ചുമക്കാൻ എന്നാലോചിച്ച് നോക്കൂ. സങ്കടകരമാണ്. അവിടെ നിന്ന് കല്ലെടുത്താണ് വരുന്നത്. ഓരോ കല്ലും പൊട്ടിക്കാതെ തല കയറി കയറുക. ഒരു കുത്ത് കല്ലിന് സ്റ്റെപ്പ് ചെയ്യും. അടുത്ത ആളിലേക്ക് കൈമാറി കല്ല്.
ആ സംഘടന സംബന്ധിച്ചാൽ 10-15 മീറ്റർ കൊണ്ട് ലോറി എത്തുന്ന ഈ വീടിൻ്റെ അതിര് വരെ ലോറി എത്തുന്ന സ്ഥാനത്താണ് ഈ കല്ലിങ്ങനെ കൊണ്ടുപോകുന്നത് മനുഷ്യർ ചുവന്ന്. നോക്കൂ എത്ര ആൾക്കാർ കൈമാറിയാണ്. ഒരു കുഞ്ഞു വീട്, ദാരിദ്ര്യം പിടിച്ച മനുഷ്യർക്ക് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബുദ്ധിമുട്ടാണ്. ആ വീടിൻ്റെ തൊട്ട് അടുത്ത് വരെ അവരുൾപ്പെടുന്ന സംഘടനയുടെ സ്ഥലത്തുകൂടെ ഒന്ന് ലോറി കയറ്റിയാൽ ഈ വീടിന് അരികിൽ കൊണ്ടുപോയി ഇറക്കാവുന്ന കല്ലാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. 10 വരെ ഉള്ളൂ, 10 പേരുടെ കൂടെ അത് 14 പേരുള്ള നമ്മുടെ മുറ്റത്ത് കിട്ടത്തുള്ളൂ കല്ല്. കണ്ടോ, അവിടെ അങ്ങോട്ട് ഞാൻ പോവാം. നോക്കൂ, എത്തിയിട്ടില്ല. എത്ര ദൂരമാണ് ആ കല്ല് കൊണ്ടുവന്നത്. ഇതാ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ. അടുത്ത ആൾ കൈമാറി ചേഞ്ച് ചെയ്യാം. 10 വില ഉണ്ടോ? നോക്കൂ, ഇതാ ഇത്രയും ദൂരം ഈ കല്ല് തലച്ചുമടായി കൊണ്ടുവന്നു. അതിന് കൊടുത്ത കൂലി വെറും 24,000 രൂപയുടെ കല്ല് കടത്താൻ വന്ന കൂലി എത്രയെന്നറിയോ? 41,600 രൂപ. 41,600 രൂപ വെറും 24,000 രൂപയുടെ കല്ല് കടത്താൻ വേണ്ടി. ആ സംഘടന വിചാരിച്ചാൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ ലോകത്തുനിന്ന് എല്ലായിടത്തും പിരിവെടുത്തിട്ട് കൊടുത്തത് 48,100. അതിൽ ആ 48,100 ഈ കുടുംബത്തിൻ്റെ വയറ്റത്തടിച്ചത് ഈ സംഘടനയാണ്. അത് എത്ര രൂപയാണെന്ന് വെച്ചു? 41,600 രൂപ. സങ്കടം തോന്നും. ഈ ലോകത്തുള്ള മനുഷ്യർ അവിടെ നിന്നും ഇവിടെ നിന്നും 100 രൂപ വെച്ച് കൊടുത്ത പണത്തിലാണ് ഈ നഷ്ടം ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരിക്കൽ കൂടി നോക്കൂ, ഈ ഇത്രയും കല്ല് കൊണ്ടുപോയ സ്ഥലസ്ഥാനത്ത് ഒന്ന് നോക്കിയാൽ എത്തുന്ന ദൂരത്തേക്ക് നോക്കൂ. റോഡിൽ നിന്ന് ക്യാമറ തിരിയുമ്പോൾ അവരുടെ സ്പോട്ടിലേക്ക് എത്തും. ഇത്രയും ദൂരം ഒരു വണ്ടി കയറ്റിയാൽ ആ സംഘടനയ്ക്ക് എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ആ സംഘടനയുടെ അഭിമാനത്തിനോ അതല്ലെങ്കിൽ ദുരഭിമാനത്തിനോ എന്താ പറയുക? ഇതാണ് ഈ മതിലിൻ്റെ മുകളിലാണ് അവർ വീട്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സംഘടനയുടെ പേര് പറയാത്തത് കേരളത്തിലെ വലിയൊരു സംഘടനയാണ്. പക്ഷെ ആ സംഘടനയല്ല, അവിടെയുള്ള 1-2 വ്യക്തികളുടെ ഒന്ന് ഈ പറയുന്ന കോൺട്രാക്റ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ഈ ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റ് കൊടുക്കാത്തതിൻ്റെ അവരുടെ സ്വന്തക്കാരെങ്കിലും ആയിരിക്കാം, അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട കുടുംബത്തിനെ ഇത്ര കണ്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നിട്ട് പോലും, ഒരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ 1-2 വ്യക്തികളെന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയിൽ മൊത്തം ആരും അങ്ങനെ ഇവർക്കെതിരായിട്ടില്ല. 1-2 വ്യക്തികൾ. അത് തന്നെ ഈ എഗ്രിമെൻ്റ് ഉണ്ടായതിനു ശേഷം ഇവർക്ക് ആ തൊട്ടടുത്ത പ്ലോട്ടിലെ കോൺട്രാക്ടർ തറപ്പണി കഴിഞ്ഞവരെ കാത്തുനിന്നു. തറപ്പണി കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് കല്ലിട്ടു. അത് ചോദിക്കാൻ ചെന്നതിന് ഇവിടെ കയറിയ കാല് വെട്ടുമെന്ന് പറഞ്ഞു. ഈ അമ്മയുടെ പ്രായം ചെന്ന, ഞാൻ അവരുടെ ഫോട്ടോ ഫേസ്ബുക്കിലുണ്ട്, ആ പ്രായം ചെന്ന സ്ത്രീയോട് പറഞ്ഞു കാല് വെട്ടുമെന്ന്. അപ്പം മകൻ ഇത് കേട്ടുകൊണ്ടെന്ന് മകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീയും 2 കാലിൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന സംഭവം. അത് ആലോചിച്ച് നോക്കൂ. ഇവരുടെ ഈ പറയുന്ന ഈ വിയർപ്പിൻ്റെ അംശം ആ ഭൂമിയിലുണ്ട്. ഈ കുടുംബത്തിൻ്റെ വിയർപ്പിൻ്റെ അംശം ആ ഭൂമിയിലുണ്ടായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പൊൻകുന്നത്തുള്ള ഈ വീട്ടിൽ വേണ്ടിയിട്ട് ഈ കോഴിക്കോട്ടുള്ള രാമസിംഹനെ ഇരക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെ ആൾക്കാർ എവിടെയാണെന്ന് നോക്കൂല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ചെയ്തു, ഇപ്പോൾ ഇതാ ഈ വീട് ചെയ്യുന്നു, പൊൻകുന്നത്തുള്ള വീട്. നമ്മളാൽ കഴിയുന്ന, ഇനി അടുത്തത് വയനാട്ടിൽ നിന്നുണ്ട്, കിടപ്പ് രോഗിയാണ്, 22 വർഷമായിട്ട് കിടക്കുന്നു. നമ്മൾ ഇടപെടേണ്ടി വരും. കാരണം നമുക്ക് വേറൊന്നുമില്ല, നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് 100 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഈ വീട് പൂർത്തിയാകുന്നത്. രാമസിംഹൻ്റെ അക്കൗണ്ടിലേക്കല്ല. ഏത് കുടുംബമാണോ
ബുദ്ധിമുട്ടുന്നത് ആ കുടുംബത്തിന് ഒരു തല ചായ്ക്കാൻ ഒരിടം, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാനൊരു വീടുണ്ടാക്കിയിട്ട് 10-11 വർഷമാവുന്നുള്ളൂ. അതുവരെയും പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതുമായി 27 വീട് മാറി മാറി താമസിച്ചിട്ടുണ്ട് രാമസ്മി. വീടൊരു സ്വപ്നമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഒരു വീടിൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം എത്ര വീട് തിരുവനന്തപുരത്ത് ഞാൻ മാറി താമസിച്ചിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് കോഴിക്കോട് എത്ര കാലം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് വീട് എന്നുള്ള സ്വപ്നം, ഞാനിപ്പോൾ ഉണ്ടാക്കിയ വീട് അതേപോലെ എൻ്റെ വിയർപ്പ്, എൻ്റെ ഭാര്യയുടെ വിയർപ്പ്, ആ സ്വപ്നം ചാലിച്ചെടുത്തൊരു വീടാണിത്. ആ വീടിൻ്റെ 40% പണി ഞാനും ഭാര്യയും ചെയ്തിട്ടുണ്ട്. കാരണം വീട് എന്നുള്ളത് അത്രയും വലിയ സ്വപ്നമായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു എന്താണ് പറയുന്നത്, ഒരു കൂരയ്ക്ക് കീഴെ സ്വസ്ഥമായി കിടന്നുറങ്ങുക എന്നുള്ളത് സാധാരണ മനുഷ്യൻ്റെ സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നം വന്ന് നമ്മളോട് പറയുമ്പം നമ്മളൊക്കെ അനുഭവിച്ചത് കാരണം നമ്മളെന്ത് ചെയ്യും? എൻ്റെ സുഹൃത്തുക്കൾ ഈ ഫേസ്ബുക്കിലെ സുഹൃത്ത് വലയത്തിനോട് ചോദിക്കും, ഒരു 100 രൂപ അയക്കാൻ പറ്റുമോ? അങ്ങനെ പല തുള്ളിയായിട്ട് ഒരു പെരുവെള്ളമായിട്ട് നമ്മളൊക്കെ ദരിദ്രരാണ്, എനിക്കറിയാം. സമ്പന്നരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ ഈ കിട്ടുന്ന അത് കഴിഞ്ഞ് തികഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായിട്ട് പലരെയും ഒരു 100 രൂപ അയക്കാമോ? ഈ അവരുടെ ഒരു ഗതികേട് വേറെ ആരും ചോദിക്കണം. അവരുടെ 0 ബാലൻസ് അക്കൗണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇത് കേട്ട് ധാരാളം പേര് പണം ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പം ഈ 0 ബാലൻസ് അക്കൗണ്ടിന് കുഴപ്പമുണ്ട്, ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് ഉണ്ട്. അത് ലിമിറ്റ് കട്ടായിപ്പോയി. നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കൽ ശ്രമിക്കും, പിന്നീട് പറ്റിയില്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും, പിന്നെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് വരേണ്ടുന്ന പണം ഈ സാങ്കേതികമായ പ്രശ്നത്തിലും ഒന്ന് മുടങ്ങിപ്പോയി. അന്ന് മുതൽ ആ പണി നടക്കുമ്പോൾ, പണി ഇതാ ഇവിടം വരെ എത്തി, നമ്മൾ കാണിച്ചു തരാം. തറപ്പണി കഴിഞ്ഞ് മറ്റേ ഫൗണ്ടേഷൻ കെട്ടി തുടങ്ങി. അപ്പോൾ ഫൗണ്ടേഷൻ നാളെ മറ്റന്നാളോട്ട് ഫൗണ്ടേഷൻ തീരും. അത് ഈ നമ്മൾ ഇതുപോലെ പല സ്ഥലത്തുനിന്ന് 100 രൂപ വീതം അയച്ച പണമാണത്. അതിലാണ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു സംഘടനയുടെ വാശി കാരണം അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യം കാരണം ഒരു കുടുംബത്തിന് ഭിക്ഷയാചിച്ച് കൊടുത്ത പണത്തിലെ ഒരു സിംഹഭാഗം നഷ്ടപ്പെട്ടു. ഞാൻ അത് ചെയ്ത ആ സംഘടനയുടെ ആ വ്യക്തികളെ ഞാൻ പറയുകയാണ്, അനുഭവിച്ചിട്ടേ പോകും. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടില്ല, പിന്നെ ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ലാത്തവൻ്റെ ഗതികേട്. 40,000 രൂപ, 4 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ 40,000 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത്. ഈ 40,000 രൂപയിൽ എന്ത് പണിയാണ് നടക്കുക? ഒരു തറയുണ്ടാക്കാൻ പറ്റുമോ? മേലോട്ട് നോക്കിയിരിക്കുകയാണ്. അത് സമയത്തിന് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ലാപ്സായി പോകും, പിന്നെ അവർക്ക് പണം കിട്ടില്ല. അതുകൊണ്ടാണ് ധൃതി വെച്ച് ഈ മാസം അതിൻ്റെ തറ കെട്ടി തീർത്ത് ഫോട്ടോ എടുത്ത് അയച്ചാലേ അവർക്ക് അടുത്ത ചുമര് കെട്ടാനുള്ള ഫണ്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ കോഴിക്കോട് കിടക്കുന്ന ഞാൻ ഈ ജനങ്ങളെ മുഴുവൻ ശല്യപ്പെടുത്തി വിളിച്ച് അവർക്ക് 100 രൂപ വീതം അയക്കാൻ പറയുന്നത്. നമുക്ക് 100 രൂപ അയക്കാൻ പറ്റുള്ളൂ. 2-3 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ സഹായം ചോദിക്കുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇതാദ്യത്തെ അല്ല, നമ്മൾ ധാരാളം സഹായം. ഇപ്പോൾ എല്ലാ ഇത് കാര്യത്തിനും സുരേഷ് ഗോപിയോട് സഹായം ചോദിക്കാൻ പറ്റില്ല എനിക്ക്. കഴിഞ്ഞ 2 ആവശ്യത്തിനും സുരേഷ് ഗോപി സഹായിച്ചിരുന്നു. ഞാനെങ്ങനെ ഒരു മനുഷ്യന് നിരന്തരമായിട്ട് സുരേഷ് ഗോപിയോട് ചോദിക്കുക? അപ്പോൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്ത് പണം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യക്കാർ നമ്മുടെ അടുത്തേക്ക് വരും, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഫേസ്ബുക്കിലൂടെ ഈ നാട്ടുകാരോട് ഇങ്ങനെ ഇറക്കുന്നു. അതിൽ ചില സുഡാപ്പികൾ വന്നിട്ട് എനിക്കെന്തോ സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. ഇന്ന് വരെ രാമസിംഹൻ്റെ പേരിൽ ഒരു
പിരിവൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. രാമസിംഹന് അതിൻ്റെ ആവശ്യവുമില്ല. അവർ ദൂരത്ത്, അവർ നമ്മൾ ഓർക്കണമെന്നൊന്നുമില്ല, നമ്മളവിടെ പോവാറില്ല, നമ്മളവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആ കുടുംബത്തിലേക്ക് പണം എത്തുന്നു. അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ കല്ലിറക്കാൻ പണമില്ല. അപ്പോൾ വിളിച്ചപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി നിങ്ങളോട് സംസാരിക്കണം തോന്നി. നാളെ, കാരണം ഇത് പണി തീരേണ്ട പണമാണ്. ഈ നേരത്തെ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു, ആ സംഘടനയുടെ 41,600 രൂപയാണ് ആ കുടുംബത്തിൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടത്. എന്തുകൊണ്ട് ഞാൻ പേര് പറയാത്തത്? ആ പേര് പറഞ്ഞാൽ കേരളം ഞെട്ടും. സംഘടനയുടെ പേര് പറഞ്ഞാൽ എൻ്റെ മനസ്സാക്ഷി കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ പൊൻകുന്നത്തുകാരിതൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഈ വളരെ ദൂരെയുള്ള ഞങ്ങൾ ആ പൊൻകുന്നത്തുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ പൊൻകുന്നത്തുള്ള സന്നദ്ധ പ്രവർത്തകർ ശ്രദ്ധിക്കണം. എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ചിന്തിക്കണം. അവർ ഈ വഴി കെട്ടിയടച്ചപ്പോൾ ഈ കമ്മിറ്റിയുടെ മേൽക്കമ്മിറ്റിയിൽ പോയി എന്ന് പറഞ്ഞു. അതാണ് അവർ ചെയ്ത വേറെ വലിയ തെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും സംഘടന സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെ കേൾക്കുന്ന കുറേ മനുഷ്യർ അവർക്ക് സഹായിക്കും. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇപ്പോൾ വലിയ കല്ല് ചുമക്കാൻ നമ്മളെ സന്നദ്ധ പ്രവർത്തകർക്ക് പറ്റില്ല, കാരണം ഹെവി ലോഡാണ് ഓരോ കല്ലും. അതിന് കൂലി കൊടുത്തേ പറ്റുള്ളൂ, കാരണം അത് പ്രാക്ടീസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. പക്ഷേ ഇനി അവിടെ മണലിറക്കണം, കട്ടയിറക്കണം. പൊൻകുന്നത്തുള്ള സന്നദ്ധ പ്രവർത്തകർ ഒരു കല്ലെടുത്ത് അവിടെ കൊണ്ടുവച്ചാൽ ഒരു 10-50 പേർ ചേർന്നിട്ട് ഓരോ കല്ല് വീതം ആവശ്യം വരുമ്പം അവിടെ എത്തിച്ചാൽ ആ കുടുംബത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കും. ആ കുടുംബത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കും. ഞാൻ വരാം. എൻ്റെ ആവശ്യമുള്ള ഘട്ടത്തിൽ ഞാൻ വരും. നമുക്ക് ചെയ്യാവുന്ന പണി നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവരൊന്നും സഹായിച്ചില്ലെങ്കിലും, ഈ പറയുന്ന സംഘടന സഹായിച്ചില്ലെങ്കിലും അവർക്ക് വീട് പൂർത്തിയാക്കി കൊടുക്കണം നമ്മൾ. അത് നമ്മുടെ ബാധ്യതയാണ്. ഒന്നുമില്ല അവത്തൻ്റെ, നമുക്ക് എൻ്റെ ഭാഷ മാറിപ്പോവും. ഞാനത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് സംഘടനയുടെ പേര് പറയാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, സംഘടനയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് സംഘടനയുടെ പേര് പറയുന്നില്ല. പൊൻകുന്നത്തുകാർ പോയി അന്വേഷിക്കട്ടെ എന്താണ് അവിടുത്തെ എന്നുള്ളത്. അവിടെയും പ്രവർത്തകരുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് അവരന്വേഷിക്കട്ടെ. സംഘടനയുടെ പേര് പറയാത്തതുകൊണ്ട് 10 പൈസ വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കേണ്ട താല്പര്യമുള്ളവർ കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരുടെ അക്കൗണ്ട് ഒന്നും കൂടി വിട്ടും സഹായിക്കുക. നാളെ കല്ലിടാൻ പൈസയില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായി സഹായിക്കാവുന്ന പരിമിതിയുണ്ട്. ഞങ്ങളും ഏണിങ്സ് അല്ല, ഞാനും ഒരു കിളവിയും മക്കൾ തരുന്ന ചെലവിൽ, മക്കളുടെ ചെലവിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ഓരോ വ്യക്തികളെയും വ്യക്തിപരമായിട്ട്, ഇത് കേൾക്കുന്നവർക്കറിയാം, ഓരോ വ്യക്തിയെയും വിളിച്ചിട്ട് ചിലയിടത്തുനിന്ന് 500ഉം 1000ഒക്കെ ഞാൻ അയപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടിയാണ് ഈ പറയുന്ന പണം. നമുക്കൊരു 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്താൽ കുറേ മനുഷ്യരുടെ ചിരി നമുക്ക് കാണാൻ പറ്റും. സന്തോഷം. ദൂരെ നിന്ന് നമ്മൾ അവിടേക്ക് പോകണ്ട. ആ വീട് ഉയർന്ന് അതിനകത്ത് സമാധാനമായി കിടക്കുമോ. നമ്മളൊരു ചായ കുടിക്കുന്ന പണമുള്ളൂ 100 രൂപ. നമ്മൾ ചായ കുടിക്കുന്ന പണമുള്ളൂ 100 രൂപ. അത് കൊടുത്താൽ നമ്മളങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ എത്ര രൂപ കളയുന്നു, അതിലൊരു 100 രൂപ ഒരു വീടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ വയനാട്ടിൽ പോയിരുന്നു. അവിടെ ഇതേപോലെ തന്നെ ചുണ്ടയിൽ നിന്ന് ഒരു കോളനിയുണ്ട്. 3 അടി റോഡാണ്. അതിലെ 500 മീറ്റർ നടന്നാൽ ഒരു കുഞ്ഞു വീട് ചോർന്നൊലിച്ചിട്ട് അവർക്കിപ്പം ലൈഫ് പാസ്സായി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതേപോലെ 6.5 ലക്ഷം രൂപയാണ് വീട് പൂർത്തിയാണെങ്കിൽ. അയാൾ 22 വർഷമായി കിടപ്പ് രോഗിയാണ്. മാസം കിട്ടുന്ന 1500 രൂപ മാത്രമാണ് ആ കുടുംബത്തിന് ഇൻകം ഉള്ളത്. ഈ പെൻഷൻ ഉണ്ടല്ലോ, വൈകല്യം ബാധിച്ചവർക്ക് കിട്ടുന്നത്,
ആ പെൻഷൻ കൊണ്ട് ജീവിക്കുക. അവിടെ ഇതുപോലെ അമ്മയ്ക്കും സുഖമില്ല, അച്ഛനും സുഖമില്ല. അപ്പം നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം അവിടെ നിന്ന് വിളി വരും, സാറേ ഞങ്ങളിത് സഹായിക്കുമോ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടി ഇന്നലെ അവിടെ പോയി. അവർക്ക് ബാങ്ക് അക്കൗണ്ടില്ല, എന്താ പറയുന്നത്, ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വയനാട്ടിലെ കുറേ പ്രവർത്തകരെ ഞാൻ വിളിച്ചു. വയനാട്ടിൽ എല്ലാവരും ഇത് അറിയിക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള വീഡിയോയും സംവിധാനങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നു. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. വല്ലപ്പോഴും നമുക്കൊരു 100 രൂപ കൊടുക്കുന്നേ. അതുകൊണ്ട് ഒരു കുടുംബം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അപ്പുറം വലിയ പുണ്യം എന്താ ഉള്ളത്? നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറില്ല. അമ്പലത്തിൽ കൊടുക്കുന്നത് വാരി തന്നെയാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് 100 രൂപ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സംഘടന പേര് പറയാൻ പറ്റില്ല. ആര് നിർബന്ധിച്ചാലും സംഘടന പേര് ഞാൻ പറയില്ല. UPI നമ്പർ ഞാൻ ഇതിൻ്റെ കീഴിൽ ഞാനിടും. വേണമെങ്കിൽ പറയാം. ഫേസ്ബുക്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും തരാമോ? അവരുടെ അക്കൗണ്ട് നമ്പറും തരാമോ? ഇതിലെന്നേക്കാളും പാവം എൻ്റെ ഭാര്യയ്ക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് ഓടുകയാണ്. അവളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നെ കൊണ്ടുപോയി ഇതിലൊക്കെ ഓടിക്കുന്നതും പിടിക്കുന്നതൊക്കെ അവളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും. ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് മുകളിൽ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇടാം. എല്ലാവരും ഒന്ന് സഹായിക്കുക. നാളെ മറ്റന്നാളായിട്ട് പണം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബെൽറ്റ് വാർക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ഇതേപോലെ എല്ലാം ചുമന്നു കൊണ്ടുവരണം. ഓരോ കുട്ട മണ്ണ് പോലും ഈ ദൂരം നിങ്ങൾ കണ്ടല്ലോ. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ആ കല്ല് ചുമക്കുന്നത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്താണ് ഇതിൻ്റെ. ആ സംഘടന ആൾക്കാർക്ക് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ മനസ്സിൽ അനുകമ്പയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെരിപ്പോടിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ ഈ കാഴ്ചയൊന്ന് കാണട്ടെ. അവർ ഒരു വീടുണ്ടാക്കാൻ ഒരു കുടുംബം ശ്രമിക്കുമുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്താണ്, ദുരിതങ്ങൾ എന്താണ് എന്ന് ഈ കാഴ്ച കണ്ടിട്ടെങ്കിലും ആ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിക്ക് കാഴ്ചയൊന്ന് ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർ ചെയ്ത് കൊടുക്കേണ്ട വീടാണിത് യഥാർത്ഥത്തിൽ. കുടുംബത്തിൻ്റെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമ്പർ ഞാൻ പറയുകയാണ്. 9946843769. ഇതാണ് ഗൂഗിൾ പേ നമ്പർ. ഞാനിതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റിലിടും. എല്ലാവരും ഒന്ന് സഹായിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഓരോരുത്തരെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നമ്മളൊരു 100 രൂപ അയച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ തന്നെ എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും പലരും പേര് പറയണം. പേര് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് രാമസിംഹന്. ആവശ്യത്തിൽ അധികം ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണ്. കുറച്ച് ശത്രുക്കളല്ല ജീവിതത്തിലുള്ളത്. എല്ലായിടത്തും ആവശ്യത്തിലധികം ശത്രുക്കളുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. അതുകൊണ്ട് എന്തിനാണ് ആ കുടുംബത്തിനും ശത്രുതയുണ്ടാവും അവരുടെ ഈ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ആരോട് പറയാതെയാണ് ഇത് പറയുന്നത്. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെടുമ്പം എനിക്കത് പറയാമല്ലോ, അതെൻ്റെ റൈറ്റാണല്ലോ. കഴിയുന്നത്ര ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും.
നിർബന്ധമായും ഷെയർ ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ. ഇന്ന് ഈ വിശേഷങ്ങളുമായിട്ട് നിർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ആ കുടുംബത്തിന് ഒരു 100 രൂപ അയക്കാൻ പറ്റുമെങ്കിൽ അയക്കുക. നന്ദി, നമസ്കാരം.